നമസ്കാരം, മിനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നിതിൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരിതെളിഞ്ഞു. ക്ഷേത്രങ്ങളിൽ മേൽവസ്ത്രം ധരിക്കുന്നത് സംബന്ധിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാടിനെ തള്ളി കെ.ബി. ഗണേഷ് കുമാർ. മച്ചാട് തിരുവാണിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ നടപ്പുര ഗോപുര സമർപ്പണ ചടങ്ങിലെ CPM രാഷ്ട്രീയവൽക്കരണത്തിനെതിരെ ഭക്തജന പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുന്നു. MV ഗോവിന്ദനെതിരെ VD സതീശൻ. ശബരിമലയിൽ മകരവിളക്ക് അടുത്തതോടെ ഭക്തരുടെ വൻ പ്രവാഹം. ഇടുക്കിയിൽ നിർണായക നീക്കവുമായി PV അൻവർ MLA. വാർത്തകൾ വിശദമായി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരിതെളിഞ്ഞു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരിതെളിഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കലോത്സവം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടനത്തിന് മുൻപായി കേരള കലാമണ്ഡലം ചിട്ടപ്പെടുത്തിയ സ്വാഗത നൃത്തവും അരങ്ങേറി. മുഖ്യമന്ത്രി അടക്കമുള്ള വിശിഷ്ട വ്യക്തികൾ കൽവിളക്ക് തെളിയിച്ചതോടെയാണ് 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തുടക്കമായത്. MTയുടെ സ്മരണാർത്ഥം സെൻട്രൽ സ്റ്റേഡിയത്തിലെ പ്രധാന വേദിയായ MT നിലയിലായിരുന്നു ഉദ്ഘാടന ചടങ്ങ് അരങ്ങേറിയത്. കലാകേരളത്തിന്റെ കൗമാര പ്രതിഭകൾ 25 വേദികളിലായാണ് മികവ് തെളിയിക്കാൻ മാറ്റുരയ്ക്കുന്നത്. 11 മണിയോടെ എല്ലാ വേദികളിലും മത്സരം ആരംഭിക്കും. പുത്തരിക്കണ്ടത്തെ ഭക്ഷണശാലയിൽ രാവിലെ മന്ത്രി KN ബാലഗോപാൽ വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം വിളമ്പി ഉദ്ഘാടനം ചെയ്തതോടെ ഊട്ടുപുര സജീവമായി. 25 വേദികളിലായി നടക്കുന്ന 249 മത്സര ഇനങ്ങളിൽ 10,000-ലേറെ കൗമാര പ്രതിഭകളാണ് പങ്കെടുക്കുന്നത്. ഹയർ സെക്കൻഡറി വിഭാഗം പെൺകുട്ടികളുടെ ഒപ്പനയും സംഘനൃത്തവും ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ മാർഗൻ കളിയും ആദ്യ ദിനം തന്നെ വേദികളെ ആവേശത്തിലാഴ്ത്തും. ക്ഷേത്രങ്ങളിൽ മേൽവസ്ത്രം ധരിക്കുന്നത് സംബന്ധിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാടിനെ തള്ളി കെ.ബി. ഗണേഷ് കുമാർ. ക്ഷേത്രങ്ങളിൽ മേൽവസ്ത്രം ധരിക്കുന്നത് സംബന്ധിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാടിനെ തള്ളി ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ രംഗത്ത്. ഓരോ ക്ഷേത്രത്തിലും ഓരോ ആചാരമെന്നും അതിൽ മാറ്റം വരുത്തണമെന്ന് തന്ത്രിയാണ് തീരുമാനിക്കേണ്ടതെന്നും കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞു. ആചാരങ്ങൾ പാലിക്കാൻ കഴിയുന്നവർ ക്ഷേത്രത്തിൽ പോയാൽ മതിയെന്നും ഭരണാധികാരികൾക്ക് നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ തന്ത്രിയുമായി കൂടിയാലോചിക്കാം എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രിയുടെ വാക്കുകൾക്ക് താൻ മറുപടി നൽകുന്നില്ലെന്ന് പറഞ്ഞായിരുന്നു കെ.ബി. ഗണേഷ് കുമാർ പ്രതികരിച്ചത്. മച്ചാട് തിരുവാണിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ നടപ്പുര ഗോപുര സമർപ്പണ ചടങ്ങിലെ CPM രാഷ്ട്രീയവൽക്കരണത്തിനെതിരെ ഭക്തജന പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുന്നു. മച്ചാട് തിരുവാണിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ നടപ്പുര ഗോപുര സമർപ്പണ ചടങ്ങിലെ CPM രാഷ്ട്രീയവൽക്കരണത്തിനെതിരെ ഭക്തജന പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുന്നു. ജനുവരി 6-ന് വൈകിട്ട് 6 മണിക്ക് തെക്കുംകര സെന്ററിലാണ് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത്. സ്വാമി ദേവചൈതന്യ മുഖ്യ പ്രഭാഷണം നടത്തും. ജനുവരി 8-നാണ് സമർപ്പണ ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത്. രാവിലെ ക്ഷേത്രം തന്ത്രി പാലക്കാട്ടിരി നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകളും ഗണപതി ഹോമവും നടക്കും. തുടർന്ന് ഗോപുരവാതിൽ തുറന്ന് ക്ഷേത്രം തന്ത്രി വിളക്കിൽ അഗ്നി പകർന്ന് താന്ത്രിക വിധി പ്രകാരം നടപ്പുര ഗോപുര സമർപ്പണ ചടങ്ങ് നടത്തും. വൈകിട്ട് നടക്കുന്ന സമർപ്പണ ചടങ്ങ് ദേവസ്വം മന്ത്രി VN വാസവൻ നിർവഹിക്കും. ഭക്തജനങ്ങളിൽ നിന്നും ധനസമാഹരണം നടത്തി നിർമ്മാണം പൂർത്തീകരിച്ച നടപ്പുരയും ഗോപുരവും സമർപ്പിക്കുന്ന വൈകിട്ട് നടക്കുന്ന ഉദ്ഘാടന പരിപാടികളിൽ ഭക്തജനങ്ങളുടെ പ്രതിനിധികളെയോ ഹൈന്ദവ ആചാര്യന്മാരെയോ പങ്കെടുപ്പിക്കാതെ CPM അനുഭാവികളെ മാത്രം ഉൾക്കൊള്ളിച്ചു എന്നാണ് ഒരു വിഭാഗം ഉന്നയിക്കുന്ന ആരോപണം. MV ഗോവിന്ദനെതിരെ VD സതീശൻ. സനാതനധർമ്മം അശ്ലീലം എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞതെന്നും അത് അജ്ഞത ആണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രിയും CPM-ഉം സനാതനധർമ്മത്തെ സംഘപരിവാറിന് കൊടുക്കുകയാണ്. സനാതനധർമ്മം എന്നത് സംഘപരിവാറിന്റെ കീഴിൽ കൊണ്ട് കെട്ടാനുള്ള ഗൂഢനീക്കമാണിതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ക്ഷേത്രത്തിൽ ഷർട്ട് ധരിച്ച് കയറുന്നത് സംബന്ധിച്ച വിവാദം അതാത് സമുദായങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കണം, അല്ലാതെ പൊതു ചർച്ച അല്ല വേണ്ടത്. മുഖ്യമന്ത്രി അഭിപ്രായം പറയുന്നതിൽ തെറ്റില്ല. എന്നാൽ സനാതനധർമ്മം ചാതുർവർണ്ണ്യം എന്ന് പറയുന്നത് തെറ്റാണ്. കാവി ഉടുത്തവരെല്ലാം RSS അല്ലെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ നേതാക്കന്മാരോടും എല്ലാ സമുദായ നേതാക്കന്മാരോടും നല്ല ബന്ധം സ്ഥാപിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. തന്നെ മാർത്തോമ സഭ ഇന്ന് റാന്നിയിൽ പരിപാടിക്ക് വിളിച്ചു. അതൊരു അംഗീകാരമായി കാണുന്നു.
നാളെ ഓർത്തഡോക്സ് സഭയുടെ പരിപാടിയിൽ മുഖ്യാതിഥിയാണ്. അതേപോലെയാണ് രമേശ് ചെന്നിത്തലയെ NSS വിളിച്ചത്. ചെന്നിത്തല ഉറപ്പായും മുനമ്പത്ത് പോകണം. മുൻ പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹമെന്നും സതീശൻ പറഞ്ഞു. ശബരിമലയിൽ മകരവിളക്ക് അടുത്തതോടെ ഭക്തരുടെ വൻ പ്രവാഹം. ശബരിമലയിൽ മകരവിളക്ക് അടുത്തതോടെ തീർത്ഥാടകരുടെ വൻ പ്രവാഹം. ഇന്നലെ മാത്രം സന്നിധാനത്ത് 1,00,000-ലധികം തീർത്ഥാടകരാണ് ദർശനം നടത്തിയത്. സ്പോട്ട് ബുക്കിംഗ് വഴി മാത്രം 26,570 പേർ ഇന്നലെ ദർശനം നടത്തിയപ്പോൾ പുല്ലുമേട് വഴി 4,731 തീർത്ഥാടകരാണ് സന്നിധാനത്തെത്തിയത്. അതേസമയം തിരക്ക് വർദ്ധിക്കുമ്പോഴും സുഗമമായ ദർശനത്തിനുള്ള ക്രമീകരണം ശബരിമലയിൽ ഒരുക്കിയിട്ടുണ്ട്. ഇന്നലെ രാത്രി മല കയറിയവർക്കും മണിക്കൂറുകൾക്കുള്ളിൽ ക്യൂവിലൂടെ ദർശനം നടത്താനായി. ഇന്നും 70,000 പേർ വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനിടെ ശബരിമലയിലേക്കുള്ള പ്രത്യേക പാസ് നിർത്തിയതോടെ കാനനപാത വഴി സന്നിധാനത്തെത്തുന്നവരുടെ എണ്ണം കുറഞ്ഞത് മറ്റ് തീർത്ഥാടകർക്കും സഹായകരമായിട്ടുണ്ട്. ഇടുക്കിയിൽ നിർണായക നീക്കവുമായി PV അൻവർ MLA. ഇടുക്കിയിൽ നിർണായക നീക്കവുമായി PV അൻവർ MLA ദേവികുളം മുൻ MLA S രാജേന്ദ്രനുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തി. ഇടതുവിമതരെ ഒപ്പം ചേർക്കാൻ ലക്ഷ്യമിട്ട് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരളയ്ക്ക് ഇടുക്കിയിൽ അനൌദ്യോഗിക ജില്ലാ കമ്മിറ്റി രൂപീകരിച്ചുവെന്നാണ് വിവരം. തൊടുപുഴയിലും കട്ടപ്പനയിലും അൻവർ പങ്കെടുത്ത യോഗങ്ങൾ ചേർന്നു. CPIM-മായി ഇടഞ്ഞു നിൽക്കുന്ന മുൻ MLA S രാജേന്ദ്രൻ BJP പ്രവേശനം പൂർണ്ണമായും തള്ളാതെയാണ് നേരത്തെ പ്രതികരിച്ചത്. ഇതിനിടെയാണ് PV അൻവറുമായുള്ള കൂടിക്കാഴ്ച. എന്നാൽ ഔദ്യോഗിക സ്ഥിരീകരണമില്ല. വർഗീയതകളോട് മുസ്ലിം ലീഗ് കീഴ്പ്പെട്ടിരിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി. വർഗീയ ശക്തികളോട് മുസ്ലിം ലീഗ് കീഴ്പ്പെട്ടിരിക്കുന്നുവെന്ന് മുഖ്യമന്ത്രിയുടെ വിമർശനം. CPIM മലപ്പുറം ജില്ലാ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനത്തിലാണ് മുസ്ലിം ലീഗിനെതിരെ മുഖ്യമന്ത്രി ആഞ്ഞടിച്ചത്. കോൺഗ്രസ് വർഗീയ പാർട്ടികളുമായി കൂട്ടുകൂടി തകർന്നുവെന്നും 4 വോട്ടിന് വേണ്ടി രാഷ്ട്രീയ ചട്ടത്തരം കാണിക്കാൻ CPM തയ്യാറല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മലപ്പുറം CPIM സമ്മേളനത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. കേന്ദ്ര നിലപാടുകളെയും നവ ഉദാരവൽക്കരണത്തെയും വിമർശിച്ചായിരുന്നു മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗം ആരംഭിച്ചത്. പിന്നീട് കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയും കടന്നാക്രമിച്ചു. വർഗീയതയെ വർഗീയത കൊണ്ട് നേരിടാനാവില്ല. ഇരുട്ടിനെ ഇരുട്ടുകൊണ്ട് നേരിട്ടാൽ കൂരിരുട്ടാണ് ഫലം. ജമാഅത്ത് ഇസ്ലാമിയെയും SDPIയുമായും വല്ലാത്ത പ്രതിപത്തിയാണ് ലീഗിനെന്നും ഇത് വലിയ ദുരന്തമുണ്ടാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഒരിടവേള. പ്രായം എത്രയായാലും ഒന്ന് നടക്കാൻ ആഗ്രഹിക്കാത്തവർ ലോകത്തെവിടെയും ഉണ്ടാവില്ല. ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഏതാണ്ട് ഒരേ രീതിയിൽ അലട്ടുന്ന പ്രശ്നമാണ് മുട്ടുതേയ്മാനം. 45 കഴിഞ്ഞവർക്ക് മുട്ടുതേയ്മാനം കണ്ടുവരുന്നുണ്ട്. മുട്ടുതേയ്മാനം സംഭവിച്ചവർ മുട്ടുമടക്കാൻ പോലും കഴിയാതെ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന അവസ്ഥയാകും. അത്തരം രോഗികളുടെ ജീവിതം തന്നെ മാറുന്ന വിധത്തിൽ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയ പ്രചാരം നേടിക്കഴിഞ്ഞു. കൃത്രിമ മുട്ട് മാറ്റിവെക്കുന്നതിനായി സാങ്കേതിക വിദ്യ സ്വന്തം പരീക്ഷണാടിസ്ഥാനത്തിൽ കണ്ടെത്തുകയും അതിൽ വിജയം കാണുകയും ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ പ്രേംകുമാർ. വടക്കാഞ്ചേരിയിലെ മാക്സ് കെയർ ഹോസ്പിറ്റലിലാണ് ഡോക്ടർ സർവീസ്. ഇവരുടെ ഈ സേവനം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറെ കോണ്ടാക്ട് ചെയ്യണം. അങ്ങനെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റട്ടെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും ചിന്തിക്കാറുള്ളൂ. ഞാൻ കാരണം ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ പറ്റിയാൽ, എല്ലാ ബുദ്ധിമുട്ടും അവന്റെ മാറ്റാൻ നമുക്ക് പറ്റില്ല, ഒരു ബുദ്ധിമുട്ടെങ്കിലും മാറ്റാൻ. രണ്ടെണ്ണം മാറ്റല്ലേ? രണ്ട് ബുദ്ധിമുട്ട് മാറ്റാം കേട്ടാ. കാലിന്റെ മുട്ടിന്റെ ബുദ്ധിമുട്ട് അത് നമ്മൾ മാറ്റി തരും. ചുരുക്കി പറഞ്ഞാൽ ഈ വടക്കാഞ്ചേരിക്കാരൻ ഡോക്ടർ പ്രേംകുമാറിന് മുന്നിൽ മുട്ടുമടക്കാത്തവർ ആരും ഉണ്ടാകില്ല. വാർത്തകൾ തുടരുന്നു. ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് കല്ലൂർ സ്റ്റേഡിയത്തിൽ നടന്ന നൃത്ത പരിപാടിക്കെതിരെ വിജിലൻസിൽ പരാതി. ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് കലൂർ സ്റ്റേഡിയത്തിൽ നടന്ന നൃത്ത പരിപാടിക്കെതിരെ വിജിലൻസിൽ പരാതി. നൃത്ത പരിപാടിയെക്കുറിച്ച് കൊച്ചി സ്വദേശിയാണ് വിജിലൻസിൽ പരാതി നൽകിയത്. കായിക ഇതര ആവശ്യത്തിന് സ്റ്റേഡിയം വിട്ടു നൽകിയത് വഴിവിട്ട നീക്കത്തിലൂടെയാണെന്നാണ് പരാതിയിൽ ആരോപിക്കുന്നത്. ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് പരിപാടി നടത്താൻ മൃദംഗ വിഷൻ 23/8/2024 അപേക്ഷ നൽകുന്നത്. അപേക്ഷ പരിഗണിക്കാനാകില്ലെന്ന് എസ്റ്റേറ്റ് ഓഫീസർ ഫയലിൽ രേഖപ്പെടുത്തി. ഫിഫ നിലവാരത്തിൽ സ്റ്റേഡിയം നിലനിർത്തേണ്ടതിനാൽ നൃത്ത പരിപാടിക്ക് നൽകാനാകില്ലെന്നായിരുന്നു ഫയലിൽ മറുപടി നൽകിയത്. ഇത് മറികടന്ന് ചെയർമാന്റെ ആവശ്യപ്രകാരം സ്റ്റേഡിയം അനുവദിച്ചതെന്ന് രേഖകളിൽ വ്യക്തമാണ്. ജനപ്രതിനിധികൾ അടങ്ങുന്ന ജനറൽ കൗൺസിലാണ് സ്റ്റേഡിയം വിട്ടു നൽകുന്നതിന് അംഗീകാരം നൽകേണ്ടത്. എന്നാൽ ഇത് മറികടന്ന് ചെയർമാൻ K ചന്ദ്രൻപിള്ള വഴിവിട്ട് അനുമതി നൽകുകയായിരുന്നു. വാടക നിശ്ചയിച്ചതും ചെയർമാൻ K ചന്ദ്രൻപിള്ളയാണ്. ഇതിൽ സാമ്പത്തിക അഴിമതിയുണ്ടെന്നാണ് പരാതി. ദിവ്യ ഉണ്ണിയെ വിമർശിച്ച് നടി ഗായത്രി വർഷ.
ദിവ്യ ഉണ്ണിയെ വിമർശിച്ച് നടി ഗായത്രി വർഷ. ഉമ തോമസിനെ ഒന്ന് കാണാൻ ദിവ്യ ഉണ്ണി തയ്യാറായില്ലെന്നും സംഭവം ഉണ്ടായതിൽ ഖേദിക്കുന്നുവെന്ന് പറയാൻ ദിവ്യയ്ക്ക് മനസ്സുണ്ടായില്ലെന്നും ഗായത്രി വർഷ വിമർശിച്ചു. മാധ്യമങ്ങൾ ആദ്യഘട്ടത്തിൽ സംഘാടകരുടെ പേര് മറച്ചുവെച്ചു. കലാപ്രവർത്തനങ്ങൾ കച്ചവട മാധ്യമങ്ങളായി മാറി. അതിന്റെ ഭാഗമായിരുന്നു കൊച്ചിയിൽ നടന്ന ഗിന്നസ് പരിപാടി. ഇതിനോട് കേരളീയ സമൂഹവും സോഷ്യൽ മീഡിയ സമൂഹവും മൗനം പാലിച്ചു. ദിവ്യ ഉണ്ണിയും കച്ചവട കലാപ്രവർത്തനത്തിന്റെ ഇരയായെന്നും ഗായത്രി വർഷ പ്രതികരിച്ചു. ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലക്ഷ്യമിട്ട് നടന്ന നൃത്ത പരിപാടിക്ക് ദിവ്യ ഉണ്ണിക്ക് നൽകിയത് 5 ലക്ഷം രൂപ. കൊച്ചി കലൂർ സ്റ്റേഡിയത്തിലെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലക്ഷ്യമിട്ടുള്ള നൃത്ത പരിപാടിക്ക് ദിവ്യ ഉണ്ണിക്ക് നൽകിയത് 5 ലക്ഷം രൂപ. സംഘാടകരുടെ അക്കൗണ്ട് പരിശോധനയിലൂടെയാണ് ഈ വിവരം പോലീസിന് ലഭിച്ചത്. കൂടുതൽ പണം നൽകിയിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നു. ഇതിനിടെ അപകടവുമായി ബന്ധപ്പെട്ട പോലീസ് GCDAക്ക് ചോദ്യാവലി നൽകി. സ്റ്റേഡിയത്തിൽ അപകടമുണ്ടായതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് പോലീസ് നൽകിയത്. അതേസമയം ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക് തിരിച്ചുപോയി. ഉമ തോമസ് അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ നടിയുടെ മൊഴി രേഖപ്പെടുത്തുമെന്ന് പോലീസ് പറഞ്ഞിരുന്നു. ഇതിനിടയിലാണ് മടക്കം. സംഘാടകരെ പൂർണ്ണമായും ചോദ്യം ചെയ്ത ശേഷം മറ്റുള്ളവർക്ക് നോട്ടീസ് നൽകി മൊഴിയെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു. ഒന്നാംകല്ല് ബസ് സ്റ്റോപ്പിൽ കാലിൽ ബസ് കയറിയിറങ്ങി ചികിത്സയിൽ കഴിഞ്ഞിരുന്ന വയോധിക മരിച്ചു. തൃശൂർ വടക്കാഞ്ചേരി ഒന്നാംകല്ല് ബസ് സ്റ്റോപ്പിൽ കാലിൽ ബസ് കയറിയിറങ്ങി ചികിത്സയിൽ കഴിഞ്ഞിരുന്ന വയോധിക മരിച്ചു. പുതുവീട്ടിൽ നബീസ ആണ് മരിച്ചത്. ഇന്നലെയായിരുന്നു അപകടം. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ നബീസ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഇന്ന് കാലത്താണ് മരിച്ചത്. കുന്നംകുളം ഒന്നാംകല്ല് ബസ് സ്റ്റോപ്പിന് സമീപം വടക്കാഞ്ചേരി ഭാഗത്ത് നിന്ന് പട്ടാമ്പി കറുവപ്പുത്തൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സാണ് വയോധികയുടെ കാലിന് മുകളിൽ കയറിയിറങ്ങിയത്. കുന്നംകുളത്തേക്ക് പോകാൻ ഇറങ്ങിയതായിരുന്നു യാത്രക്കാരി. മലപ്പുറത്ത് CPMനെ നയിക്കാൻ സഖാവ് VP അനിൽ തിരഞ്ഞെടുക്കപ്പെട്ട വാർത്ത സന്തോഷം. KT ജലീൽ. മലപ്പുറത്ത് CPIMനെ നയിക്കാൻ സഖാവ് VP അനിൽ തെരഞ്ഞെടുക്കപ്പെട്ട വാർത്ത സന്തോഷം നൽകുന്നുവെന്ന് KT ജലീൽ MLA. മലപ്പുറത്തിന്റെ മനമറിയുന്ന വ്യക്തിയാണ് മലപ്പുറത്ത് CPIMനെ നയിക്കാൻ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത സഖാവ് അനിൽ എന്നാണ് മന്ത്രി പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നത്. വാക്കിലും പ്രവൃത്തിയിലും സൂക്ഷ്മത പുലർത്തുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ, രാഷ്ട്രീയ മാന്യത എല്ലാ അർത്ഥത്തിലും കാത്തുസൂക്ഷിക്കുന്ന പൊതുപ്രവർത്തകൻ, സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുമായും നല്ല ചങ്ങാത്തവും സൗഹൃദവുമുള്ള രാഷ്ട്രീയക്കാരൻ, സ്നേഹത്തിൽ ചാലിച്ച വാക്കുകൾ കൊണ്ട് ഏതൊരു വ്യക്തിയുടെയും മനസ്സിൽ കയറിപ്പറ്റാനുള്ള അനിലിന്റെ സിദ്ധി എടുത്തു പറയേണ്ടതാണ് എന്നാണ് KT ജലീൽ വ്യക്തമാക്കിയത്. ജനങ്ങളുടെ നാടിമിടിപ്പ് അറിഞ്ഞ് പ്രവർത്തിക്കുന്ന VP അനിലിന് CPIMനെ മലപ്പുറം ജില്ലയിൽ നയിക്കാൻ തീർച്ചയായും കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരിതെളിഞ്ഞു. ക്ഷേത്രങ്ങളിൽ മേൽവസ്ത്രം ധരിക്കുന്നത് സംബന്ധിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാടിനെ തള്ളി KB ഗണേഷ് കുമാർ. മച്ചാട് തിരുവാണിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ നടപ്പുര ഗോപുര സമർപ്പണ ചടങ്ങിലെ CPM രാഷ്ട്രീയവൽക്കരണത്തിനെതിരെ ഭക്തജന പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുന്നു. MV ഗോവിന്ദനെതിരെ VD സതീശൻ. ശബരിമലയിൽ മകരവിളക്ക് അടുത്തതോടെ ഭക്തരുടെ വൻ പ്രവാഹം. ഇടുക്കിയിൽ നിർണായക നീക്കവുമായി PV അൻവർ MLA. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി, നമസ്കാരം.